കൂട്ടായ്മയുടെ ഔദ്യോഗിക രൂപീകരണ യോഗം ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിലേക്കായി ഗണപതി സ്തുതി ഒരു വിഷ്വൽ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതിനായി കുമാരി ദേവിക സുനിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ ക്ഷേത്ര കൂട്ടായ്മയുടെ ചടങ്ങുകളിലേക്ക് ഔദ്യോഗികമായി കടക്കുകയാണ്. അതിനായി വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു. ടാഗ് ദുബായിയുടെ നെടുന്തൂണായ പ്രസിഡന്റ് ശ്രീ ഗണേഷ് കെ നായർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദുബായിയുടെ പ്രധാന സാരഥിയായ നികേഷ് റാം അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആർത്ഥിക ഭദ്രത ഭദ്രമായി കൈകാര്യം ചെയ്യുന്ന ട്രഷറർ ശ്രീമതി വാസന്തി സുരേഷിൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി കരുവെള്ളൂർ വെല്ലേശൻ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ടാക്റ്റിൻ്റെ ശ്രീ കെ പി നായർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ടാക്റ്റിൻ്റെ ശ്രീ രാമകൃഷ്ണൻ കെ പി അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വി സി നാരായണൻ പ്രസിഡന്റ് വാണിയ സമുദായ സമിതി അവരെ അസൗകര്യം മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഈശ്വര പ്രാർത്ഥനയ്ക്കായി പഴം സുരേഷിനെ ക്ഷണിക്കുന്നു. മാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മീ ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി. മുച്ചിലോട്ടമ്മേ ശരണം. 2007 വാണിയ സമുദായത്തിലെ സഹോദരങ്ങൾ UAE വെച്ച് തുടങ്ങിയ ഒരു എളിയ സംഘടനയാണ് തുഞ്ചത്ത് ആചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ ടാക്റ്റ് എന്നറിയപ്പെടുന്ന, നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ടാക്റ്റ്. 2007 തുടങ്ങിയ ഒരു പ്രസ്ഥാനം നാളിതുവരെ ഒരുപാട് ക്ഷേമകാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ വിജയിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. അന്നു മുതൽ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരസ്ഥാനികരുടെ ഉന്നമനത്തിനു വേണ്ടി ആചാര സംഗമങ്ങൾ നടത്തുകയും അവരെ വേദിയിൽ വെച്ച് ആദരിക്കുകയും ദക്ഷിണയും ഓണക്കോടികളും കൊടുത്തുകൊണ്ട് നമ്മളൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി. അത് ഇന്നും നമുക്ക് വളരെ ഗംഭീരമായ വിജയത്തോടുകൂടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നത് മുച്ചിലോട്ടമ്മയുടെ ഒരു അനുഗ്രഹമായി തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതിലുപരി കഴിഞ്ഞ വർഷം വളവട്ടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് കോവിഡിന് ശേഷമുള്ള ആചാര്യ സംഗമം നമ്മൾ നടത്തിയത്. കോവിഡ് വന്ന സമയത്ത് ആചാര്യ സംഗമങ്ങൾ നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ പോലും നമ്മളുടെ ആചാരസ്ഥാനികരെ കൈവിടാൻ ടാക്റ്റ് തുനിഞ്ഞില്ല. അവരെ
നമ്മളാലാവുന്ന ചെറിയൊരു സഹായം ചെയ്യുക എന്ന തീരുമാനത്തോടു കൂടി അവരുടെയൊക്കെ നേരിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ക്ഷേത്രങ്ങളുടെ അക്കൗണ്ട് വഴി അവരുടെയൊക്കെ കൈകളിലേക്ക് നമ്മളാലാവുന്ന ഒരു ചെറിയ ദക്ഷിണ നമുക്ക് എല്ലാ വർഷവും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 51ഓളം ക്ഷേത്രങ്ങൾ, ആചാരസ്ഥാനികരുള്ള 51ഓളം ക്ഷേത്രങ്ങളിൽ നേരിട്ട് പോയി നമുക്ക് ഒരു വാഹന പ്രചരണ ജാഥയിലൂടെ എല്ലാവരെയും സംവദിക്കാനും സാധിച്ചു. ടാക്റ്റിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ടാക്റ്റിന് ചെയ്യാനുണ്ട് എന്നാണ് ടാക്റ്റ് കരുതുന്നത്. നമ്മുടെ അമ്മയുടെ ഭക്തരായ എല്ലാവരുടെയും സഹകരണം നമ്മളെന്നും കാംക്ഷിക്കുന്നു. ഒരുപാട് കൂട്ടായ്മകളുടെ ബൈലോകളുമായി റെഫർ ചെയ്തുകൊണ്ടും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ലോയറുമായും ഒക്കെ സഹകരിച്ച് നമ്മളൊരു വിശദമായിട്ടുള്ളൊരു ബൈലോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്തെന്നാൽ നമ്മുടെ മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പരമ്പരാഗതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് നേടുന്ന ചില വെല്ലുവിളികളുണ്ട്. അത് ഒരുപക്ഷെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാവാം, അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയാവാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സാമ്പ്രദായികമായി നമ്മൾ തുടർന്നു പോകുന്ന നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു കോട്ടം തട്ടാതെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരു ക്ഷേത്രം മാത്രം തീരുമാനിച്ചാൽ പോരാ, നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ തീരുമാനം ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമാണ്. കൂടാതെ നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കയറി പിടിക്കാൻ നോക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൂട്ടായ ഒരു പരിശ്രമം ഇതിൻ്റെ ഉണ്ടാവേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഇടയിൽ തന്നെ നമുക്കറിയാം, ചില ക്ഷേത്രങ്ങളിൽ അധികാരപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ് അധികാരത്തിന് വേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള ഒരു അടിപിടി, അത് കോടതി വരെ എത്തുന്ന നിലയുണ്ടാവുക, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മുടെ സമുദായത്തിൻ്റെ, നമ്മുടെ ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭക്തന്മാരാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാനും അതിനൊക്കെ ഒരു കൂട്ടായ ഒരു അഭിപ്രായം രൂപീകരിക്കാനും കഴിയുന്നതും എല്ലാ കാര്യങ്ങളും സമവായത്തോടെ ഭക്തിയുടെ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മ രൂപീകരണവുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ടാക്റ്റ് തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ടാക്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗണേഷ് കെ നായരാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയായ കരിവള്ളൂർ വല്യച്ഛൻ, അദ്ദേഹം നമ്മൾ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ തന്നെ ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ മുന്നിലുണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിച്ചേർന്ന ആദരണീയ ശ്രീ കരിവള്ളൂർ വല്യച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾ ടാക്റ്റ് കൂടിയാലോചിക്കുമ്പോൾ ടാക്റ്റിന് മനസ്സിലായത്, നമുക്ക് ഇത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള രക്ഷാധികാരികൾ നമുക്ക് ആവശ്യമാണ്. ആ രക്ഷാധികാരികളുടെ മാർഗനിർദ്ദേശങ്ങളും അവരുടെ അഡ്വൈസും നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ടാക്റ്റിനും അതുപോലെ തന്നെ ഈ കൂട്ടായ്മക്കും വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് കണക്കാക്കി നമ്മൾ 4 പേരെ നമ്മൾ സമീപിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തേത് ശ്രീ KP നായർ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കുഞ്ഞിരാമേട്ടൻ. അദ്ദേഹത്തെയാണ് നമ്മൾ ഒരു രക്ഷാധികാരിയായി നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി രക്ഷാധികാരിയായി നമ്മൾ കണ്ടത് ശ്രീ KP രാമകൃഷ്ണൻ. അദ്ദേഹം എൻ്റെ പിതാവും കൂടിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ രക്ഷാധികാരിയായി കണ്ടത് വാണിയ സമുദായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതായത് ശ്രീ VC നാരായണേട്ടനെയാണ്. അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും കളിയാട്ടത്തോടനുബന്ധിച്ച് അരി സമർപ്പിക്കുന്നത് തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഏതാണ്ട് 35 വർഷത്തോളം ആയിട്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നതരായ ആൾക്കാർ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്കൂളുകൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ സുധാകരൻ പാറയിലിനെയാണ് നമ്മൾ അടുത്ത
രക്ഷാധികാരിയായി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് ചില കാരണങ്ങളാൽ ഇവിടെ എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സംഘടനയുടെ സെക്രട്ടറി ശ്രീ മിനീഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടാക്റ്റിൻ്റെ സാരഥികളായ ശ്രീ സജിത് പാറയിൽ ഇവിടെയുണ്ട്. അതുപോലെ ശ്രീ ശശിയേട്ടൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്കൂളിൻ്റെ ചെയർമാനായ ശ്രീ മോഹനാട്ടൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അജയാട്ടൻ ഇവിടെയുണ്ട്. ജെമിനി ശങ്കരാട്ടൻ്റെ മകനും നമ്മുടെ ട്രസ്റ്റിൻ്റെ മുഖ്യ ഭാരവാഹിയുമായ വൈസ് പ്രസിഡൻറ്റുമായ അജയാട്ടൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ടാക്റ്റിൻ്റെ ഡയറക്ടറായ ശ്രീ സുരേഷ് ചന്ദ്രനുണ്ട്. ടാക്റ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഭാസ്കരൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ പ്രിയതമ ഇവിടെയുണ്ട്. പിന്നെ രാജേഷ് ടാക്റ്റിൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിപ്പെട്ട എല്ലാ ക്ഷേത്ര ഭാരവാഹികളെയും നമ്മുടെ അമ്മയുടെ വിശ്വാസികളെയും ഭക്തന്മാരെയും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇന്ന് എത്തിച്ചേർന്നു. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേങ്കിൽ നികേഷ് ഏറെക്കുറെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പറയുകയാണ്, നമ്മുടെ ടാക്റ്റിൻ്റെ തുടക്കത്തിൽ നമ്മളിവിടെ വളവട്ടണം മുച്ചിലോട്ട് കാവിലൊരു പരിപാടി നടത്തിയ സമയത്ത് ചിലർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഗൾഫുകാരുടെ ഒരു ജാടയാണ്, 1-2 പ്രാവശ്യം നടന്ന് പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളിത് വിപുലമായ രീതിയിൽ ഇത്ര കണ്ട് നടത്താൻ കഴിഞ്ഞത് ടാക്റ്റിൻ്റെ ഒരു വലിയ വിജയമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിനു പുറമെ ഇന്ന് ഈ വേദി ഒരുക്കാനുള്ള കാരണക്കാരായ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ടാക്റ്റിൽ. അവർക്കൊന്നും എത്തപ്പെടാൻ പറ്റിയില്ല. അവരുടെ എല്ലാം ഹാർഡ് വർക്ക് കൊണ്ടാണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഈ വേദിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇനി അടുത്തതായിട്ടുള്ള നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് നമ്മളുടെ ടാക്റ്റിൻ്റെ ഇതുവരെയുള്ള വിജയത്തിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൂട്ടായ്മയോട് കൂടിയിട്ട് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇത്രയും വിജയത്തിലെത്താൻ കാരണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ടാക്റ്റ് ക്ഷേത്ര കൂട്ടായ്മ അതിൻ്റെ ഭാരവാഹികൾ ഒറ്റ മനസ്സും ഒറ്റ പ്രവർത്തന രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു. ശ്രീ കരുവള്ളൂർ വില്ലേജ് അവരെ ക്ഷണിച്ചുകൊള്ളു. ക്ഷേത്ര കൂട്ടായ്മയുടെ രൂപീകരണ യോഗത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പലപ്പോഴും പല ക്ഷേത്രങ്ങളും ക്ഷേത്ര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒന്നുകിൽ ക്ഷേത്ര കമ്മിറ്റികളെ അല്ലെങ്കിൽ സമുദായ അംഗങ്ങളെ ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ടാണ് പല തീരുമാനങ്ങളും എടുക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം വരുന്ന പല ആളുടെയും അഭിപ്രായങ്ങൾ വളരെ ദുഃഖത്തോടുകൂടി കേൾക്കേണ്ട സാഹചര്യമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അന്ന് നമ്മുടെ കൂട്ടായ്മയുടെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവസാന നിമിഷം അതിൻ്റെ ആളുകൾ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ആള് നമുക്ക് കിട്ടി, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അവരോട് പറഞ്ഞത് എനിക്ക് ആ വ്യക്തിയുടെ വീട്ടിൽ പോകണം, അവരോട് സംസാരിക്കണം, അത്ര മാത്രമേ വേണ്ടൂ, പബ്ലിക്കിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴും ഏറെ സ്നേഹത്തോടെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിലെ CIB സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത്, ഒരു പക്ഷേ വലിയച്ഛൻ പറഞ്ഞത് സന്തോഷമായിരിക്കും, പക്ഷെ അയാളുടെ വീട്ടിൽ പോയാൽ ഏത് സാഹചര്യത്തിലാണോ അയാൾ അങ്ങനൊരു കാര്യം ചെയ്തത് അതിലൊരു പക്ഷേ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാവാം. കാരണം വലിയച്ഛനത് പബ്ലിക്കായി പറഞ്ഞപ്പോൾ കുറ്റബോധം ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ വലിയച്ഛൻ ആ വീട്ടിൽ പോയാൽ നാളെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അല്ലെങ്കിൽ അയാൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്തു പോയാൽ നാളെ വലിയച്ഛൻ ജീവിതകാലം അത് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ആ വിഷയം ഒഴിവാക്കുകയും ചെയ്തു.
പല കാര്യങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ ആവശ്യമാണ്, അത് ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് എന്നൊക്കെ ചർച്ച ചെയ്യാൻ കൂടിയാണ് കൂട്ടായ്മ. അല്ലെങ്കിൽ നാളെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ പരിഹരിക്കാനാണ് കൂട്ടായ്മ എന്നുള്ള ഒരു മുഖ്യ അജണ്ട അതിനകത്തുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, സമുദായത്തിൻ്റെ വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. നമ്മുടെ സമുദായത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന മുതൽ മരിക്കുന്നത് വരെയുള്ള വിവിധങ്ങളായ ആചാരങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ഒരാൾ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഒരാൾ ബന്ധത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസവിച്ചിട്ടുണ്ട്, അതിന് ഞാൻ വാലാമ ഉൾക്കൊള്ളണോ അല്ലെങ്കിൽ പൊല കൊള്ളണോ എന്നൊക്കെ വ്യക്തിപരമായിട്ട് വിളിച്ചു ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ചെറിയ പ്രായത്തിൽ എന്നേക്കാൾ എത്രയോ പ്രായമുള്ള ആളുകളൊക്കെയാണ് പലപ്പോഴും വിളിച്ചു ചോദിക്കാറ്. അപ്പം നമ്മുടെ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സമൂഹം പഠിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമുക്കറിയാം, ഓരോ ദിവസവും നമ്മളെങ്ങനെ കഴിയുന്നതെന്ന് അറിയാം. അതേപോലെ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഓരോ സമൂഹങ്ങൾക്കുണ്ട്. അതും കൂടെ പഠിക്കണം. അത് നിലനിർത്തിക്കൊണ്ട് വേണം പരിഷ്കാരങ്ങൾ എന്നുള്ളത്. ക്ഷേത്രങ്ങളിലായാലും ക്ഷേത്രത്തിനകത്ത് മാറ്റങ്ങൾ വേഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ദിവസത്തെ തീരുമാനങ്ങൾ കൊണ്ട് പഴയ കാലങ്ങളിൽ കൊണ്ട് നടന്നതൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ ആ മാറ്റം അവസാനം തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ അത് തിരിച്ചെടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത വിധം നമ്മൾ ആ ആചാരങ്ങളെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഏറെ പഠിക്കണം. ഒരു കാര്യം തീരുമാനിക്കുമ്പോഴും അതിൻ്റെ നല്ല വശവും മോശവശവും തീരുമാനമെടുക്കണം. കൂട്ടായ്മകളിൽ എനിക്ക് തോന്നുന്നത് വിവിധ ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ആളുകൾ പ്രസിഡൻ്റായാലും സെക്രട്ടറി ആയാലും ട്രഷറർ എന്നുള്ള സ്ഥാനങ്ങളൊക്കെ പഴയ ഒരു ആചാരസ്ഥാനികൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ തീരുമാനിച്ചാൽ നമുക്ക് സമുദായാംഗത്തിന് ഒരു ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകും. അങ്ങനെയല്ല, എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിൻ്റെ ഭാരവാഹികളായാലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്ന അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെതാണ്, ഞാൻ ഇത്രത്തോളം സമുദായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയാണ്, ഇവിടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല പറയുന്നത്, ഞാനൊരു ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത്. ഇത് നാളെ എൻ്റെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ, എൻ്റെ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന് പോലും എൻ്റെ ഒരു വാക്ക് പ്രചോദനമായേക്കാമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മുടെ സമുദായാംഗങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോഴും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയുടെ രൂപീകരണ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടായ്മ ബൈലോ അവതരണമാണ്. ടാക്ട് ട്രഷറായ വാസന്തി സുരേഷിനെ അവരുടെ ക്ഷണിച്ചുകൊള്ളു. ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കുന്ന എൻ്റെ കർത്തവ്യം നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയ ബൈലോ വായിക്കുന്ന എന്ന കർത്തവ്യമാണ്. ഈ ബൈലോ ഞങ്ങൾ പല കൂട്ടായ്മകളിലും കൂടെ റെഫർ ചെയ്തതും അതുപോലെ നമ്മുടെ അത് ഓഡിറ്റർ ചെയ്തതും വെരിഫൈ ചെയ്തതും അതിനുശേഷം ലോയറും വെരിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ ബൈലോ ആണ്. ഇനി അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ സമിതി മാറുന്ന സമിതിയിൽ നിർവാഹക സമിതി തിരഞ്ഞെടുത്ത ആ സമയത്ത് വരുന്ന നിർവാഹക സമിതിയിൽ സംസാരിച്ച് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോഴുള്ള നോട്ടിങ്ങൾ അപ്പോൾ ചെയ്തു വെക്കണം. ഞാനിപ്പോൾ അത് വായിക്കാം. ടാറ്റ് ശ്രീ മുച്ചിലോട്ട് കൂട്ടായ്മ നിയമാവലി. കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘടന. പേര് ടാറ്റ് ശ്രീ മുച്ചിലോട്ട് കൂട്ടായ്മ. നിയമപരമായ സ്വഭാവം. ഈ സംഘടന ടാറ്റ് ശ്രീ മുച്ചിലോട്ട് ക്ഷേത്ര കൂട്ടായ്മ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ ലാഭരഹിത മത സാംസ്കാരിക സേവാ സംഘടനയായിരിക്കും. ഈ കൂട്ടായ്മ കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും ഈ നിയമത്തിൻ്റെ എല്ലാ വ്യവസ്ഥകൾക്കും വിധേയമായ പ്രവർത്തിക്കുന്നതുമായിരിക്കും. കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 ബാധകമായ കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, നികുതി നിയമങ്ങൾ, സർക്കാർ ഉത്തരവുകൾ, ഭരണാനുമതികൾ എന്നിവർക്ക് വിധേയമായിരിക്കും.
ഈ സംഘടന പൊതുസമൂഹത്തിനായി തുറക്കുന്ന സംഘടനയല്ലെന്നും ശ്രീ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വാണിയ സമുദായത്തിൻ്റെയും അവരുടെ ക്ഷേമത്തിനുമായി രൂപീകരിച്ച സ്വകാര്യ സമുദായ സംഘടന ആണെന്നും ഇതോടെ വ്യക്തമാക്കുന്നു. രജിസ്ട്രേഡ് ഓഫീസ്. കൂട്ടായ്മയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നിർവാഹക സമിതി തീരുമാനിക്കുന്ന കേരള സംസ്ഥാനത്തിനുള്ളിലെ വിലാസത്തിലായിരിക്കും. വിലാസമാറ്റങ്ങൾ കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്ട്രാർ അറിയിക്കണം. പ്രവർത്തന പരിധി. കൂട്ടായ്മയുടെ ആസ്ഥാനം വ്യക്തമായി നിശ്ചയിച്ച വിലാസത്തിലാണ് പ്രവർത്തിക്കുക. ആവശ്യമുള്ളപ്പോൾ രജിസ്ട്രേഷൻ, പുതുക്കൽ, അനുമതികൾ തുടങ്ങിയ നിർവാഹക സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. അടുത്തതായി ലോഗോ റിലീസിംഗ് ആണ്. അതിനായി ടാഗ് ഡയറക്ടർ സുരേഷ് ചന്ദ്രൻ അവരുകളെയും ബഹുമാനപ്പെട്ട കരിവള്ളൂർ വല്യച്ഛൻ അവരുകളെയും ക്ഷണിച്ചു. അടുത്തതായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ രക്ഷാധികാരിയെയും മറ്റ് രക്ഷാധികാരികളെയും അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ടാക്ട് വുമൻസ് വിംഗ് കൺവീനർ ശ്രീമതി സുനിത രവീന്ദ്രൻ അവരുകളെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടാക്ട് ലേഡീസ് വിങ്ങിൻ്റെ കൺവീനറായി ഈ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട്. അപ്പോൾ ആദ്യമായാണ് ഇത്രയും വലിയ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ചില പോരായ്മകൾ നിങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കണം. പിന്നെ ക്ഷേത്ര കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ന് രക്ഷാധികാരി ആയി 5 പേരെയാണ് നമ്മുടെ ബൈലോ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ മുഖ്യ രക്ഷാധികാരിയായി ശ്രീ കരിവള്ളൂർ വല്യച്ഛനെയും മറ്റ് 4 രക്ഷാധികാരികളായി ശ്രീ കുഞ്ഞിരാമാട്ടൻ KP നായരെയും ശ്രീ KP രാമകൃഷ്ണൻ ഏട്ടനെയും ശ്രീ VC നാരായണേട്ടനെയും പ്രസിഡന്റ് വാണിയ സമുദായ സമിതി, ശ്രീ സുധാകരേട്ടൻ പാറയിൽ പ്രസിഡന്റ് തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരെയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ബൈലോ പ്രകാരം ഇവരുടെ കാലാവധി 2 വർഷം ആയിരിക്കും. വേറെ എല്ലാം മറ്റുള്ളവർ പറയാം. അത്രയും എനിക്ക്. ടാക്ട് എന്ന സംഘടന 2007 പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ദുബായിൽ. അവിടുത്തെ ഇതുപോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ആ സമയത്ത് നമ്മുടെ പാറയിൽ വിജയേട്ടൻ ആ സ്ഥലത്തേക്ക് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനവും അതുപോലെ തന്നെ അവിടുത്തെ പ്രമുഖരായിരിക്കുന്ന വ്യത്യസ്തരായിരിക്കുന്ന നമ്മുടെ ഒരു കൂട്ടായ്മയും കൂടിച്ചേർന്നാണ് ടാക്ട് എന്ന ഒരു സംഘടന. അവിടെ നമ്മുടെ ദിനേശേട്ടൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ദിനേശേട്ടൻ അദ്ദേഹം ആ സമയത്ത് ദുബൈയിലുണ്ടായിരുന്ന ഒരാളാണ്. ഇവരൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ പ്രവാസികളായിരിക്കുന്ന ഒരു പറ്റം സാധാരണക്കാരുടെ വലിയൊരു ആഗ്രഹവും അഭിലാഷവുമായിരുന്നു ഒരു വലിയൊരു പ്രസ്ഥാനം തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ അത്ര വലിയൊരു ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ടാക്ട് ദുബായ് എന്ന പ്രസ്ഥാനം 2007 അവിടെ വന്നിരിക്കുന്നത്. അന്ന് തൊട്ട് ടാക്ട് ദുബായിയുടെ രക്ഷാധികാരിയായിട്ട് ഞാനും എൻ്റെ ബ്രദർ ബാലൻ നായരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖപ്രകാരം ഇപ്പം ഞാൻ മാത്രമേ ഇതുവരെയായിട്ടും ടാക്ടിൻ്റെ രക്ഷാധികാരിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പുതിയ രക്ഷാധികാരികൾ നമ്മുടെ വലിയച്ഛനും അതുപോലെ നമ്മുടെ രാമകൃഷ്ണേട്ടൻ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സുധാകരേട്ടൻ, അതുപോലെ തന്നെ VC നാരായണേട്ടൻ, നമ്മുടെ വക്കീൽ നാരായണേട്ടൻ പഴയ ടാക്ടിൻ്റെ രക്ഷാധികാരിയായിരുന്നു. അദ്ദേഹം ഇതാരും അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. നിങ്ങളെയും ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നിരിക്കുന്നത് സാധാരണ പ്രവാസികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കുക. അതുപോലെ തന്നെ മുച്ചിലോട്ടമ്മയെ മനസ്സിൽ ധ്യാനിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ദുബായ്. ആ സ്ഥലത്ത് നമ്മൾ അമ്മയുടെ ഒരു കൂട്ടായ്മ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനൊരു സംഘടന വന്നപ്പോൾ അതിനുശേഷം ഈ സംഘടന സാധാരണ നമ്മുടെ ക്ഷേത്ര ആചാരപ്പെട്ടവരെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും അവരെ ഒന്നിച്ചു കൂട്ടാൻ അവർക്ക് വേണ്ടുന്ന ദക്ഷിണയും അതുപോലെ ഓണത്തിനും വിഷുവിനും കൊടുത്തപ്പോൾ അത് വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഈ ടാക്ട് എന്ന പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് ഇത്രയും നല്ലൊരു പ്രസ്ഥാനമാക്കിയിട്ട് ഇത്ര കൂട്ടായ്മയായിട്ട് ക്ഷേത്രങ്ങൾ മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. ഓരോ പ്രാവശ്യവും നമ്മളെ വളപട്ടണം മുച്ചിലോട്ട് കാവിലായാലും ഇടക്കേപ്പുറത്തായാലും കരിവള്ളൂരായാലും പല സ്ഥലത്തും നമ്മളെ ഇതിൻ്റെ കൂട്ടായ്മയായിട്ട് ഓരോ വർഷങ്ങളും നടത്തിയപ്പോഴും അന്നുണ്ടായിരുന്ന ഓരോ ആചാരപ്പെട്ടവർക്കുണ്ടായിരിക്കുന്ന സന്തോഷങ്ങളും വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒരു വലിയൊരു വളർച്ചയിലാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനമുള്ളത്. അടുത്തതായി KP രാമകൃഷ്ണൻ അവരുകളെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പം തന്നെ ഒരുപാട് വൈകിട്ടാണ് നമ്മളിങ്ങനെ ഒരു യോഗം കൂടുന്നത്. അപ്പോൾ വളരെ മുന്നേ തന്നെ നമുക്കിങ്ങനൊരു കൂട്ടായ്മ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മളൊരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിച്ചാൽ ഒരുപാട് നേടാൻ നമുക്കുണ്ട്. MLA മറ്റൊന്നും ആവില്ലെങ്കിലും നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശക്തി നമുക്ക് തെളിയുക. കാരണം നമ്മളിൽ തന്നെ പല വിഭാഗങ്ങളായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് പലരും. അതല്ല, എല്ലാവർക്കും എല്ലാ ക്ഷേത്രത്തിലും ഇന്നൊന്നിനും ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാം സ്വയം പര്യാപ്തയായി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ കൂട്ടായി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരുപാട് മുന്നോട്ട് പോകാനും സാധ്യമാകും. അപ്പോൾ ഈ അവസരത്തിലെങ്കിലും നമ്മളെല്ലാവരും ഇപ്പോൾ ടാക്റ്റാണ് ഇതിനൊരു മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. അത് പ്രശംസനീയമാണ്. കാരണം അതുകൊണ്ട് നമുക്കൊരു വഴികാട്ടിയായി നമ്മൾ ഒന്നിച്ചിരുന്നു. മുഴുവൻ ആൾക്കാരില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഈ കൂട്ടായ്മ നമുക്ക് ബലപ്പെടുത്തി ഐശ്വര്യത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണം. ഏത് സംഘടനക്കും ധനം അത്യാവശ്യമാണ്. ധനമുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായി ഈദിൻ്റെ ധനസമാഹരണത്തിലേക്ക് 5 ലക്ഷം രൂപ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. അത് നമ്മൾ നല്ല വഴിക്ക് ഉപയോഗിച്ച്, ഇത് മാത്രമല്ല നമ്മൾ ഇനിയും കൂടുതൽ ചെയ്യാൻ നമ്മൾ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്നും സന്നദ്ധനാണ്, ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഐക്യത്തോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മളൊരു ശക്തിയായി മാറും. അമ്മയുടെ അനുഗ്രഹം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടാക്ട് സെക്രട്ടറിയായ മിനീഷ് KC അവരുകളെ ക്ഷണിക്കുന്നു. 1987 നമ്മുടെ ശിഷ്യധീരനായ ശ്രീ ജയശ്രീ വാസുവേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ജമിനി ശങ്കരാട്ടൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ, കന്നൂർ നാരായണൻ അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കണ്ണൂർ ആദ്യമായി നമ്മുടെ ഈ മുച്ചിലോട്ട് കാവ് എന്ന ആരാധിച്ചു വരുന്ന ആളുകൾ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിൻ്റെ 1987 തുടങ്ങിയ ട്രസ്റ്റ് കണ്ണൂരിൽ ഒരു നല്ലൊരു സ്കൂള് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് അതിൻ്റെ പ്രാരംഭ കാലം തൊട്ട് ഈ 2026 വരെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അതിനൊക്കെ അന്ന് അവർ ചെയ്തു വെച്ച ചില കാര്യങ്ങളിലൂടെ ഇന്ന് വലിയൊരു നേട്ടത്തിലേക്ക് ട്രസ്റ്റ് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ കാവുകളും മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തു വരുന്നതാണ്. എല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള എല്ലാ ആളുകൾക്കും ഗുണം കിട്ടണം എന്നുള്ള രീതിയിലേക്ക് സംഘടിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി എൻ്റെ തന്നെയാണ് വാണിയ സമുദായ സമിതി ആയാലും ടാക്ട് ആയാലും തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ട്രസ്റ്റിൻ്റെയും പേരൊന്നാണ്. ഇപ്പോൾ ടാക്ടിൻ്റെയും തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. നമ്മുടെ 1987 സ്ഥാപിച്ച
ട്രസ്റ്റിൻ്റെ പേരും തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ 2 ട്രസ്റ്റും ഇപ്പോൾ 2 സെക്രട്ടറി ഇരിക്കുമ്പോൾ തന്നെ അതൊരു ഒരേ ട്രസ്റ്റിന് 2 സെക്രട്ടറി എന്നുള്ള സംശയം പോലും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പൊതു സ്വഭാവം. പിന്നെ ഏത് സ്ഥാപനം ഉണ്ടാക്കുന്നതിലും അതിൽ ഒരു ജനാധിപത്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ നേരത്തെ ബൈലോ വായിച്ചതിൽ ഒരു പോയിൻ്റ് എനിക്കിവിടെ എടുത്ത് പറയാനുള്ളത്, അതായത് 102 മുച്ചിലോട്ട് കാവിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ഇരിക്കുന്ന ഇത്രയും വലിയൊരു കമ്മിറ്റിയിൽ സ്ഥിരസമിതി എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് ടാക്റ്റിൻ്റെ 3 പേരെയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഒരു ശരിയായ രീതിയാണോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതായത് ജനാധിപത്യ രീതിയിൽ അങ്ങനെ ഒരു സ്ഥിരസമിതിയില്ല. അപ്പോൾ ആ സ്ഥിരസമിതി എന്നുള്ളത് ജനകീയമായി തിരഞ്ഞെടുത്ത് വരേണ്ടതാണ്. അപ്പോൾ അത് ഒന്ന് ഈ ബൈലോയിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അത് എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് അഭിപ്രായങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ സംഘടനകളും ഇപ്പോൾ നമ്മുടെ ഈ കാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനും നമ്മുടെ ആളുകളെ നമ്മളെ നമ്മുടെ ഒരു സമുദായമായി മാത്രമല്ല, ഇവിടിപ്പോൾ നമ്മളെ കാവുമായി പ്രവർത്തിച്ചു വരുന്ന മറ്റു ജാതിയിൽപ്പെട്ട ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരും നമ്മളോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം ആളുകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല കെട്ടുറപ്പോടു കൂടിയും നല്ല ഭദ്രമായ ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മളെ എല്ലാ സംഘടനകളും ചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഒരുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിർവാഹക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ടാക് ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ രാജേഷ് പി അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതൊരു നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻറ്റ്സ് ആണ്, ഒരു ചരിത്ര നിമിഷമാണ്. കാരണം 102 ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സമുദായത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ 102 ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടായ്മ അതൊരു ഹിസ്റ്ററിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് വല്യച്ഛൻ്റെ പ്രസംഗത്തിൽ വല്യച്ഛൻ പറഞ്ഞു. വല്യച്ഛൻ നേരിട്ട ചില വിഷമങ്ങളൊക്കെ വല്യച്ഛൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന വല്യച്ഛൻ തനിച്ചായിരുന്നു. അപ്പോൾ ഇനി ഇത് വല്യച്ഛനെ സഹായിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡും കോഴിക്കോടും പരന്നു കിടക്കുന്ന മുച്ചിലോട്ട് ക്ഷേത്രങ്ങളെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ ലക്ഷ്യങ്ങളെ ബൈലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈലോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുമെങ്കിലും ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിയും നമ്മുടെ ഐക്യം, ഇപ്പം നമുക്ക് പല സംഘടനകളുണ്ട്, പല പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേറ്റിംഗ് ബോഡിയായിട്ട് ഈ കൂട്ടായ്മ വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഈ കൂട്ടായ്മയുടെ ശക്തിയാണ്. അപ്പോൾ മിനീഷ് ചേട്ടനത് പറഞ്ഞു, ഒരു 3 പേരുടെ സ്ഥിരം കമ്മിറ്റിയുടെ ഒരു ഇത് പറഞ്ഞു. അപ്പം അത് നമുക്കിനി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു തീരുമാനപ്രകാരം നമ്മുടെ ടാക്റ്റിൻ്റെ 3 പേര് ഓൾറെഡി പ്രസിഡൻറ്റ്, ട്രഷറർ, സെക്രട്ടറി, ഇവർ 3 പേര് ഈ കമ്മിറ്റിയിൽ ബൈ ഡിഫോൾട്ട് അംഗങ്ങളാണ്. ബാക്കി 22 പേരെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മുടെ ആ ഗ്രൂപ്പിൽ വോളണ്ടറി ആയിട്ട് സ്വമേധയാ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുടെ ഒരു പേര് ചോദിച്ചിരുന്നു. അങ്ങനെ നമുക്കൊരു 17ഓളം പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മയ്ക്കുള്ളൊരു സമർപ്പണമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വയം താല്പര്യമെടുത്ത് വരുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തണം. മുച്ചിലോട്ട് കാവിന്ന് സെക്രട്ടറി രാജീവൻ, പടിയൂർ മുച്ചിലോട്ട് കാവിന്ന് ഉണ്ടോ രാജീവൻ? ഉണ്ട്. പടിയൂർ മുച്ചിലോട്ട് കാവുന്ന ഒരു പേര് തന്നില്ല. പടിയൂർ മുച്ചിലോട്ട് കാവിൻ്റെ ഒരു ഭാരവാഹിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പടിയൂരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. പിന്നെ മുയ്യം മുച്ചിലോട്ട് കാവുന്ന നാരായണ, മേലൂർ മുച്ചിലോട്ട് കാവുന്ന കാരുണ്യൻ പ്രസിഡന്റ് വന്നിട്ടുണ്ടോ? ഓക്കെ. പിന്നെ ചന്തേര മുച്ചിലോട്ട് കാവുന്ന വിജയൻ ട്രഷറർ. വിജയേട്ടൻ ഉണ്ട്. ഓക്കെ.
കൂടാളി മുച്ചിലോട്ടുകാവുന്ന് അജയൻ പ്രസിഡന്റ്. ഓക്കെ. പിന്നെ ഇളയാവൂർ മുച്ചിലോട്ടുകാവുന്ന് ദിനേശ് ഏട്ടൻ, നമ്മുടെ ടാക്റ്റിൻ്റെ ദിനേശ് ഏട്ടനുണ്ട്. പുളിമ്പിലക്കണ്ടിന്ന് അജീഷ്. കനകക്കുന്ന് പടിഞ്ഞാറ്റ മുച്ചിലോട്ടുകാവുന്ന് ദിലീഷ് ട്രഷറർ. പിന്നെ കല്യാൽ മുച്ചിലോട്ടുനിന്ന് ഗംഗാധരേട്ടൻ. ചെറുവാഞ്ചേരി മുച്ചിലോട്ടുകാവിന്ന് രജീഷ്. നാറാത്ത് മുച്ചിലോട്ടുകാവിൽ ശശിയേട്ടൻ്റെ പേര് ആണ് ഇവിടെ നമ്മുടെ ഭാരവാഹികളെല്ലാം കൂടെ പറഞ്ഞിട്ടുള്ളത്. ശ്രീ മുച്ചിലോട്ട് ക്ഷേത്ര ഭാരവാഹികളുടെ ഏകോപന സമിതി എന്ന രൂപേണ ഇന്നിവിടെ ചുമതലയേൽക്കുന്ന ടാക്ട് ശ്രീ മുച്ചിലോട്ട് ക്ഷേത്ര കൂട്ടായ്മയുടെ ഒരു നിർവാഹക അംഗം എന്ന നിലയിൽ സമിതിയുടെ നിയമാവലി പാലിച്ച് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളും കളിയാട്ടങ്ങളും അനുബന്ധ കർമ്മങ്ങളും ധർമ്മങ്ങളും സംസ്കാരവും കൃത്യതയോടെ പരിപാലിച്ചു പോരുവാൻ സത്യസന്ധമായും ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും ഒരുമയോടെ പ്രവർത്തിക്കുമെന്ന് ശ്രീ മുച്ചിലോട്ടമ്മയോടുള്ള ഭക്തിയാദരവോടെ പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി പുതുതായി തിരഞ്ഞെടുത്ത 9 ഭാരവാഹികൾക്ക് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ജോയിൻറ്റ് ട്രഷറർമാർ, ഇവർക്ക് നമ്മളെ അഭിസംബോധന ചെയ്ത് ഓരോരുത്തർക്കും ഒരു മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അതിനായി ആദ്യമായി പ്രസിഡന്റിനെ തന്നെ ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ടാക്റ്റിൻ്റെ ശ്രീ മുച്ചിലോട്ട് കൂട്ടായ്മ ഇന്നിവിടെ നാം ഒരു പുതിയ യോഗം ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പുതിയ രൂപീകരണ യോഗത്തിൻ്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെ ഇന്നിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് ഏവർക്കുമുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഈ അടുത്ത 2 വർഷക്കാലം നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ഈ ക്ഷേത്ര കൂട്ടായ്മയിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പല പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഈ പുതിയ ടീമിൻ്റെ കൂടെ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഞാനിതിൻ്റെ ടാക്റ്റിൻ്റെ ഇത് മുന്നേ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ടാക്റ്റ് രൂപീകരിച്ച മുതലുള്ള അതിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. പക്ഷെ പിന്നീട് അവിടുന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലെത്തിയതിന് ശേഷം സ്വമേധയാ അതിൽ നിന്ന് ആ ഡയറക്ടർഷിപ്പിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. ഇന്നിവിടെ അതേസമയം ഞാൻ ഈ ഇളയാവൂർ മുച്ചിലോട്ടുകാവിൻ്റെ ഒരു പ്രസിഡൻ്റാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് നികേഷ് ജനറൽ സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു, ഇതിൻ്റെ ഏകോപന മുച്ചിലോട്ട് കൂട്ടായ്മയുടെ ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് നിന്നുകൂടെ. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. നികേഷിനോട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒരു കൂട്ടായ്മയോടെ നമുക്ക് മുന്നോട്ട് പോകണം. അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ സഹകരണം ഉണ്ടാവും. നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിതിൽ നിന്ന് മുന്നോട്ട് നയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചെറുപ്പകാലത്ത് സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോൾ രാവിലെ അടിച്ചുമാറ്റി വൈകുന്നേരം വിളക്ക് വെച്ച ഒരു ശീലമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാനൊരു
അവകാശി കുടുംബത്തിൽപ്പെട്ട അംഗമായിരുന്നു. അപ്പോൾ 1985 മുതൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാലകനായിട്ട് ഞാൻ ഇന്നും പ്രവർത്തിച്ചു വരികയാണ്. അത് എൻ്റെ സമുദായ സഹോദരന്മാരും നാട്ടുകാരും എനിക്ക് തന്നൊരു അംഗീകാരമാണ്. 35 വർഷമായി ഞാൻ കുന്നാവിലാണ് താമസിക്കുന്നതെങ്കിലും ഇന്നും എൻ്റെ നാട്ടുകാർ അംഗീകരിക്കുന്നത് എനിക്ക് ഒരു വിലപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആചാര സ്ഥാനികർ പണ്ട് വട്ടക്രോപ്പ് പഠിച്ച് ആചാരക്കുടയും ആചാര വടിയുമായി സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ചിലപ്പോൾ പ്രായമുള്ളവർക്ക് അത് അറിയാമായിരിക്കും. അന്നും ഞാൻ ഇവരുടെ ആ ഒരു കഷ്ടപ്പാടുകൾ കണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അന്നു മുതലേ എൻ്റെ മനസ്സിൽ ഈ ക്ഷേത്ര കൂട്ടായ്മ എന്നുള്ളൊരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 2001 കരുവള്ളൂർ വെച്ച് നമ്മൾ വാണിയ സമുദായ സമിതി രൂപീകരിച്ചു. അതുപോലെ 2003 കരുവള്ളൂരിൽ വെച്ച് നമ്മൾ ആദ്യമായി ആചാര്യ സംഗമം നടത്തി. ഇതിനൊക്കെ സജീവമായി പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നു മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം ഒരു മുച്ചിലോട് കൂട്ടായ്മയാണ്. വെല്ലിച്ചൻ അറിയാം, വെല്ലിച്ചൻ 2002 ആചാരപ്പെട്ട് ഓറാം നൈൻ്റെ 2003 ആചാര്യ സംഗമത്തിന് നേതൃത്വം വഹിച്ചത്. അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു മുച്ചിലോട്ട് കൂട്ടായ്മ എന്നുള്ളത്. പക്ഷേ ടാക്ട് ദുബായ് ഇങ്ങനൊരു സംരംഭമായി വന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും അതിലൊരു ഭാരവാക്കാവാൻ സാധിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം വെച്ചാൽ രാഘവട്ടൻ്റെ ഒന്നിച്ച് പെരുന്തല മുതൽ ബാലുശ്ശേരി വരെയുള്ള മുഴുവൻ സമുദായ കേന്ദ്രങ്ങളിലും സഞ്ചരിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. 100% എനിക്കറിയാം. അപ്പോൾ ആ ഒരു പ്രവർത്തന പരിചയം വെച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായങ്ങളിൽ ഈ കൂട്ടായ്മയിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കുന്ന എനിക്ക് വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മയുടെ പുരോഗതിക്ക് കരിയല്ലൂർ വെല്ലിച്ചൻ്റെ പൂർണ്ണ സഹകരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ക്ഷേത്രത്തിൽ ചെറുപ്പക്കാർ മാക്സിമം കമ്മിറ്റിയിൽ കയറി വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രം വളരെ ഡെവലപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ ക്ഷേത്രം കാഞ്ഞിരാട്ട് മുച്ചിലോട്ട് കാവിൽ ഒരവകാശികൾ എന്നുള്ള ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാരായ നമ്മൾ എല്ലാവരും, അതായത് കളിയാട്ട കാലങ്ങളിൽ കുട്ടികൾക്ക് പോലും ഞങ്ങൾ അതിനുള്ള സ്ഥാനം, അവർക്ക് പ്രത്യേകിച്ചിട്ടുള്ള സ്ഥാനം ഞങ്ങൾ കൊടുത്തിട്ട് ആ ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ക്ഷേത്രത്തിനെ ഈ ലെവലിൽ ഇന്നെത്തിച്ചത്. ഇന്ന് നമ്മൾ എല്ലാവിധ ഒരുവിധം ഭേദപ്പെട്ട നിലയിലുള്ള ക്ഷേത്രമായിട്ടാണ്, എന്നാലും ആ ഒരു ലെവലിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അത് ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ എല്ലാവിധ ക്ഷേത്രങ്ങളിലും ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പ്രായാധിക്യമുള്ളവരും പ്രായമുള്ളവരും നമ്മൾ മുൻനിർത്തി കൊണ്ട് തന്നെ ചെറുപ്പക്കാരെ അതിൽ പ്രലോഭിച്ച് കൊണ്ടുവന്ന് അത് ക്ഷേത്രത്തെ ഒരു വൻ വിജയത്തോടുകൂടി നമുക്ക് എല്ലാവിധ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ അധികം അഭിമാനിക്കുന്നു. മറ്റ് എല്ലാവിധ സഹകരണങ്ങളും മറ്റുള്ള എല്ലാവിധ കാര്യങ്ങളും എന്നിൽ അർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ബഹുമാനപൂർവ്വം നിറവേറ്റുമെന്ന് ഈ ക്ഷേത്ര കൂട്ടായ്മയിൽ ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ സമുദായത്തിനെ പറ്റി പറഞ്ഞാൽ മുസ്ലിം സമുദായം കഴിഞ്ഞാൽ ഏറ്റവും കട്ടറപ്പുള്ളൊരു സമുദായം വാണി സമുദായമാണ്. നമ്മളെ പോലെ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു സമുദായം കേരളത്തിൽ തന്നെ വേറെ ഇല്ലയെന്ന് എടുത്തു പറയാൻ പ്രത്യേക ഒരു കഴിവുണ്ട്. കാരണം അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് നിലവിൽ നമ്മളെ സംഘടന ഇത്രയും വളരെ ഉഷാറായി മുന്നോട്ട് പോകാൻ സാധിച്ചത് നമ്മുടെ ചെറിയൊരു പരാജയമുണ്ടെങ്കിലും ആ പരാജയത്തിനെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ സമുദായത്തിൽ സംഘടന ഇത്രയും സക്സസ്സായി മുന്നോട്ട് പോകാൻ സാധിച്ചത് നമ്മൾ ടാക്ട് ദുബായിയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് എടുത്തു തരത്തിലും എടുത്തു പറയാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് നമ്മുടെ സംഘടന നല്ല കെട്ടുറപ്പോട് മുമ്പോട്ട് പോകണം.
അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഈ സംഘടനയിൽ കൂടിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് വലിയ അഭിമാനമുണ്ട്. ടാക്റ്റിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എൻ്റെ എല്ലാ സഹകരണവും ഞാൻ വാഗ്ദാനം ചെയ്യും. വാണി സമുദായം എന്ന് പറയുന്ന നമ്മുടെ സംഘടന സംഘടിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. കാരണം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പെരുങ്ങളാട്ടങ്ങളും കളിയാട്ടങ്ങളും നടത്തി സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമുദായമാണ് നമ്മൾ. പക്ഷേ നമ്മൾ സമുദായം സംഘടിച്ചില്ല. മറ്റുള്ള സമുദായങ്ങൾ സംഘടിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ സ്വയം പുറകോട്ടടിക്കുന്നൊരു സമീപനമാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമുദായത്തിൻ്റെ കുട്ടികളിൽ നിന്ന് OIC ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നത് വാണി സമുദായവും അതുപോലെ തന്നെ സംഘടനകളും സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഇനിയും ഭാവിയിലും നമ്മുടെ സംഘടന ശക്തമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ടാക്റ്റിൻ്റെ കീഴിലുള്ള ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ ബഹുമാനായ വില്യച്ചനൊക്കെ ആദ്യങ്ങളൊക്കെ പറഞ്ഞു, ഏറ്റവും വലിയൊരു കഴിഞ്ഞ 2 മാസം വില്യച്ചൻ്റെ പേരിൽ ഒരു ഭീഷണിക്കത്തുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ഗ്രൂപ്പ് ചർച്ച ചെയ്തതാണ്. കാരണം നമ്മൾ ഓരോ ക്ഷേത്രപാലികളും വില്യച്ചന് നിരുപാധിക പിന്തുണ കൊടുത്തതാണ്. കാരണം കരുവള്ളൂർ വില്യച്ചൻ ഒരു അഭിപ്രായം പറയുന്നത് വില്യച്ചന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ നമ്മുടെ കാസർഗോഡ് പെരുതളം മുതൽ കോഴിക്കോട് വൈക്കലിശ്ശേരി വരെയുള്ള ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വില്യച്ചൻ ഇന്ന് നിലകൊണ്ടത്. വില്യച്ചൻ ആ നിലപാട് സ്വീകരിച്ചതും. അതുകൊണ്ട് ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പരിപൂർണമായ പിന്തുണ നമ്മൾ ക്ഷേത്ര കമ്മിറ്റികളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതുതായി രൂപീകരിക്കുന്ന ഈ സംഘടനയുടെ ഒരു ഭാരവാഹി ആകാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെയൊക്കെ പരിപൂർണ സഹകരണം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാക്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്ഷേത്ര കൂട്ടായ്മയിൽ ഒരു അംഗമാകാനും ഇതിനൊരു ഭാരവാഹിയാകാനും എനിക്ക് സാധിച്ചത് ഞാൻ വളരെ അഭിമാനിക്കുന്നു. അതോടൊപ്പം എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ക്ഷേത്ര കൂട്ടായ്മയിൽ എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായവും എൻ്റെ പരിപൂർണ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇവിടെ രൂപീകരിച്ച കൂട്ടായ്മ നമ്മുടെയൊക്കെ ഒത്തൊരുമയോടുകൂടി അച്ചടക്കത്തോടുകൂടി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഇവിടെ നമ്മൾ യോഗം തിരഞ്ഞെടുത്ത നിർവാഹക സമിതിയും അതുപോലെ തന്നെ ഭാരവാഹികളുടെയും സത്യപ്രതിജ്ഞയും അവരുടെ വാക്കുകളും നമ്മൾ ശ്രമിച്ചു. ഇനി ടാക്റ്റ് ദുബായിക്ക് നമ്മുടെ ഈ നിർവാഹക സമിതിയോടും ഈ ജനറൽ ബോഡിയോടും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്ത ഈ ഭാരവാഹികളോടും ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ടാക്റ്റ് ദുബായിക്ക് വലിയൊരു സ്വപ്ന പദ്ധതിയുണ്ട്. നമ്മുടെ മുച്ചിലോട്ട് അമ്മയുടെ പൈതൃകം തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്ന് പോകുന്നതിനും വേണ്ടിയിട്ട് ടാക്റ്റ് ഒരു വൻ സ്വപ്ന പദ്ധതി നമ്മുടെ കഴിഞ്ഞ ആചാര്യ സംഗമത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സ്വപ്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ പുതുതായി തിരഞ്ഞെടുത്ത നിർവാഹക സമിതിയും ഇന്നത്തെ ജനറൽ ബോഡിയും അതുപോലെ ഇന്നത്തെ ഭാരവാഹികളും അശാന്തം പരിശ്രമിക്കണമെന്നും അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും സാമ്പത്തിക പിന്തുണയും അതിനുള്ള എല്ലാ പ്രവർത്തനത്തിലുള്ള കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് തരുകയും ചെയ്യുമെന്ന് ടാക്റ്റ് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. Thank you. അതുപോലെ ഇന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ഷേത്ര കാര്യനിർവഹണ സമിതിയിൽ ഇന്നും സ്ത്രീകളില്ലാത്തത്? അത് ഏതെങ്കിലും ബൈലോലോ പട്ടോലയിലോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയതാണോ? എന്തുകൊണ്ടാണ് സ്ത്രീകളില്ലാത്തത്? അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞു തന്നാൽ അത് ഉപകാരമായിരുന്നു. പിന്നെ പഴയ കാലമൊന്നുമല്ല, ഒരു 50 വർഷം മുന്നേ ഒക്കെയുള്ള ആ ഒരു ബൈലോ ആണോ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അതും അറിയില്ല. പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകൾ നേരെ തലയുയർത്തി മുന്നിലുള്ള അവരെ നോക്കാത്ത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബൈലോ ആണോ എന്തോ അതെനിക്ക് അറിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് 33% സംവരണം ഏതിലും അത്യാവശ്യമാണ്. ഒരു സംഘടന രൂപീകരിക്കുമ്പം ഏത് സംഘടനയായാലും അതിൽ സ്ത്രീകൾക്ക് ഒരു 33% സംവരണം ഏതിലും ഇന്ന് അത്യാവശ്യമാണ്.
എന്നിരുന്നാലും ഇന്നിപ്പോൾ ഏതൊരു മുച്ചിലോട്ടുകാവിൻ്റെയും കാര്യനിർവഹണ സമിതി രൂപീകരിക്കുമ്പോൾ അതിലൊന്നും സ്ത്രീകളെ എടുക്കുന്നത് കാണുന്നില്ല. അതിന് പകരം എന്തോ സ്ത്രീകളെ വായടക്കാനോ എന്തോ വേണ്ടിയൊന്നും അറിയില്ല, ഒരു മാതൃസമിതി എന്ന ഒരു സംഘടന ഇന്ന് എല്ലാ ക്ഷേത്രത്തിലും കാണുന്നുണ്ട്. അത് മാതൃസമിതി എന്നതിനോടൊപ്പം തന്നെ ഒരു പിതൃസമിതി ഉണ്ടോ? ഒരു സ്ത്രീ മാതാവാകുന്നതിനോടൊപ്പം തന്നെ അതിൽ മാതൃ എന്ന് വരുമ്പോഴേക്കും ഒരു പുരുഷൻ്റെ പങ്കും അതിലില്ലേ? അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പുരുഷ സമിതി ഉണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഒരു ക്ഷേത്രത്തിൽ മാതൃസമിതി പിതൃസമിതി ഒന്നും അല്ലാതെ ഒരു സേവക സമിതി എന്നുള്ള ഒരു രൂപത്തിൽ പോരെ. അവിടെയും സ്ത്രീകളെ ഒരു രണ്ടാം തരത്തിലേക്കാണ് താഴ്ത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മാതൃസമിതി എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും അടിച്ചു വാരാനും പാത്രം കഴുകാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ്. കാര്യനിർവഹണ സമിതിയിൽ എത്തപ്പെടുന്നില്ല. എന്തുകൊണ്ടോയെന്നറിയില്ല. ഇന്നിപ്പോൾ ഇവിടെ എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിരാകരിക്കപ്പെട്ടു. അതിൽ വലിയ വിഷമമൊന്നുമില്ല. കാരണം അമ്മ എന്ന ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. അമ്മ ഒരു കാലത്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു കാലത്തെ അതിജീവിതയായിരുന്നു. അപ്പോൾ ഇന്നും സ്ത്രീകൾ കുറേ ആൾക്കാർ ഇന്നും അതിജീവിത തന്നെയാണ്. അപ്പം നമ്മളാ പഴയ കാലത്ത് നിന്ന് തമ്പുരാട്ടിയമ്മ അതിജീവിതയായ കാലത്തുനിന്ന് ഇനിയും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതേതായാലും എന്തുകൊണ്ടും സ്ത്രീകൾ ഒരുപാട് കഴിവുള്ളവരാ. ചില ഇടങ്ങളിൽ പുരുഷന്മാർ കഴിവുള്ളവരാ, പുരുഷന്മാരെ താഴ്ത്തി കെട്ടുന്നില്ല. അതിനൊപ്പമല്ല, അതിനൊരുപടി മീതെയായിട്ടും ഇന്ന് സ്ത്രീകൾ വളരെ നന്നായിട്ട് ശോഭിക്കുന്ന ഇടങ്ങളുണ്ട്. പിന്നെ ട്രസ്റ്റി ബോർഡ് ഉദ്യോഗസ്ഥരായിട്ട് എത്ര ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ വരുന്നുണ്ട്, മറ്റുള്ള എത്രയെത്ര ഇടങ്ങളിൽ സ്ത്രീകൾ ഇതാവുന്നുണ്ട്. എന്തുകൊണ്ടോന്നറിയില്ല. ഇന്ന് ഈ മുച്ചിലോട്ട് കാവിൻ്റെ ക്ഷേത്ര കമ്മിറ്റിയിൽ പ്രത്യേകിച്ചും പറയാണ് സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നില്ല. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. വരുന്ന എല്ലാ മുച്ചിലോട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടായ്മയുടെ ആ ഒരു എന്താ പറയേണ്ടത്, ഈ കമ്മിറ്റിയെങ്കിലും അതിലൊന്ന് ശ്രദ്ധ ചെലുത്തണം. വരുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളിൽ സ്ത്രീകളെ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അതുപോലെ ഈ മാതൃസമിതി എന്നതിന് പകരം നിങ്ങൾ അതിന് പാരലായിട്ടൊരു പിതൃസമിതിയും കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു സേവന സമിതി മതി, അതുപോലെ. പിന്നെ അവിടെ ഒരു പിതൃ അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതെൻ്റെ ഒരു ചെറിയൊരു നീരസം കൂടി ഞാനിതിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് വളരെ നല്ല നിലയിൽ ഉണ്ടാവട്ടെ, അതോടൊപ്പം തന്നെ നല്ല ഉയർച്ചയിലെത്തട്ടെ എന്ന് തമ്പുരാട്ടിയുടെ നാമധേയത്തിൽ തന്നെ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുകയാണ് എല്ലാവരെയും. താങ്ക് യു. നമ്മുടെ വളരെ കാലത്തെ ശ്രമഫലമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇന്നിവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ കാലമായി ടാക്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത്. നമ്മുടെ അമ്മയുടെ കാരുണ്യത്താൽ കടൽ കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ അമ്മയുടെ അനുഗ്രഹത്താൽ വളരെ ഗുണം പിടിച്ച കുറച്ച് ആളുകൾ രൂപീകരിച്ച ടാക്റ്റിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഇനി നടക്കാൻ പോകുന്നത്. മറ്റു സമുദായങ്ങൾ പോലെ ഈ പെരുന്നയിലുള്ളതുപോലെ, അതല്ല കണിച്ചുകൊള്ളുകരയിലുള്ളതുപോലെ, അതുപോലെ നമ്മുടെ സമുദായത്തിനും ഏറ്റവും വലിയ ഒരു കേന്ദ്രം ആയിട്ട് കണ്ണൂരിലെ ഒരു കേന്ദ്രം നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ നടന്നു കൊണ്ടിരുന്നത്. ഈ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷേത്ര കൂട്ടായ്മകളുടെ ഒരു ക്രീം ആയിട്ടുള്ള ഒരു പ്രവർത്തകരാണ് ഇന്ന് നമ്മൾക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ഇനിയും നമ്മുടെ കൂട്ടായ്മ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സ്വപ്ന പദ്ധതി ഇവിടെ കാണിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ആസ്ഥാന മന്ദിരം ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ സമുദായത്തിൻ്റെയും നമ്മുടെ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാണിയ സമുദായം മാത്രമല്ല, എല്ലാ ആളുകളും, എല്ലാ സമുദായങ്ങളും, എല്ലാ ആളുകളുമായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും ഒത്തു കൊണ്ടുപോകുന്ന ആളുകളാണ്. നമ്മളൊരു ജാതിൻ്റെ ആളുകൾ മാത്രമല്ല, എല്ലാ ആളുകളുമായിട്ടും വളരെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മുടെ.
അങ്ങനെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിൻ്റെയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നിച്ച ഒരു പ്രവൃത്തിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ആളുകളും ഇനിയും വലിയ നമ്മുടെ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രകാശനത്തിനായി ടാക്ടിൻ്റെ മുൻ സെക്രട്ടറിയായ ശ്രീ ഷൈജു PVയെ സ്വാഗതം ചെയ്യും. ഈ വൈകിയ വേളയിലും വളരെ ക്ഷമയോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി നിങ്ങളെല്ലാവരെയും ഈ സദസ്സ് നിറഞ്ഞ് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ടാക്ട് വളരെ നാളുകളായി കാത്തിരുന്ന് ശ്രമയോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയാണ് ഇന്നത്തെ ഈ രൂപീകരണ യോഗത്തോടുകൂടി നടക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ഏകോപനം എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോകുന്നതിൽ ഈ പുതിയ കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണം തീർച്ചയായും അതിനുണ്ടാവും. ഇന്നത്തെ ഈ യോഗത്തിന് വളരെ ദൂരെ നിന്ന് കുമ്പള പെരുന്നാൾ തൊട്ട് ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. എത്തിച്ചേർന്ന എല്ലാ ഭാരവാഹികൾക്കും ടാക്ടിൻ്റെ പേരിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ വേദി ഒരുക്കാൻ സഹകരിച്ച ചേംബർ ഭാരവാഹികൾക്കും ഭക്ഷണം നമുക്ക് സഹകരിച്ച് ഏർപ്പാടാക്കി തന്ന അതിൻ്റെ ആളുകൾക്കും ദൃശ്യ ശ്രാവ്യ സഹായങ്ങൾ ചെയ്തു തരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സർവോപരി ഇന്നത്തെ ദിവസം മംഗളമാക്കി തന്ന തമ്പുരാട്ടി അമ്മയോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.